ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ 2 മുട്ട പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് എത്ര മുട്ട വെച്ചിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ മാത്രമേ ഇന്ന് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ടെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ മുട്ട ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊരു മീഡിയം സൈസിലുള്ള ഉള്ളി ഇതുപോലെ ചെറിയ കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് എരിവ് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കുരുമുളക് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിതാ നമുക്ക് ഇതേപോലെ കുറച്ച് ബ്രെഡാണ് കേട്ടോ വേണ്ടത്. ഒരു 5-6 പീസ് ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം. അപ്പോൾ 2 മുട്ടയ്ക്ക് ഏകദേശം ഒരു 5-6 പീസെല്ലാം ബ്രെഡ് മതിയാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. പിന്നെ ഇത് കുഴക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ ഒട്ടുന്ന പോലെ ഉണ്ടെങ്കിൽ 1-2 പീസും കൂടി ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ വേറെ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല പോലെ കുഴച്ചെടുക്കണം. കൈവച്ച് തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ബോളാക്കിയിട്ടെടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതുപോലെ ബോൾ ഷേപ്പ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ചൂടാക്കാം. ഓയിൽ ചൂടായിട്ട് വന്നാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എണ്ണ ചൂടായ ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് നല്ലൊരു കളറിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ചായക്ക് പെട്ടെന്ന് ഒരു കടിയെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ബ്രെഡ് മുട്ടയെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.